ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് മെസ്സിൽ നൂൽപ്പിട്ടാണ്. അതെനിക്ക് ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ ചോറ് എടുത്തിട്ടുണ്ട്. അത് വെച്ചിട്ട് നമുക്കൊരു ഉള്ളിച്ചോറ് ഉണ്ടാക്കി നോക്കാം. പരീക്ഷണമാണ്, എന്നാലും നമുക്ക് നോക്കാം. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ്, ഉള്ളിയും ചോറും, വേറെ ഒന്നുമില്ല. അപ്പോൾ നമ്മൾ ആദ്യം ഭയങ്കര ഈസിയാണ് ഗൈസ് ഉണ്ടാക്കാൻ. അപ്പോൾ നമ്മൾ ആദ്യം ഒരു പാന് ചൂടാക്കി അതിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് ഉള്ളി ഇടുക. ഉള്ളിൻ്റെ കൂടെ ഉള്ളി വഴറ്റാനിടുമ്പോൾ കുറച്ച് ഉപ്പും കൂടി ഇട്ടാൽ ഉള്ളി വേഗം വഴന്ന് കിട്ടുന്ന എവിടെയോ കേട്ടതുകൊണ്ട് ഞാൻ എപ്പോഴും ഉപ്പ് ആദ്യം തന്നെ ഇടാറുണ്ട്. അപ്പോൾ ഒന്നിക്കിൽ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി, അല്ലെങ്കിൽ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് തന്നെ അപ്പോൾ തന്നെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി ഇളക്കുക. എന്നിട്ട് പിന്നെ ഈ ഒരു പരിവാകുന്ന നേരം നന്നായി വഴറ്റി കൊടുക്കുക ഗൈസ്. ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി കിട്ടണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിലോട്ട് നമ്മൾ ചോറിടാം. ചോറിട്ടിട്ട് ജസ്റ്റ് ഒന്ന് അത് ചൂടാവാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. പിന്നെ എല്ലാ ഉള്ളി ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഉപ്പൊന്ന് നോക്കിയിട്ട് ഉപ്പിനി ആവശ്യമുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. പിന്നെ ഞാനൊരു ഡെക്കറേഷന് വേണ്ടിയിട്ട് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓപ്ഷനാണ്, വേണമെങ്കിൽ ഇട്ടാൽ മതി. പിന്നെ എന്തെങ്കിലും മാഗി മസാല ഒക്കെ കയ്യിലുണ്ട് ഇട്ട് കൊടുത്താൽ ചിലപ്പം വെറൈറ്റി ഒരു ടേസ്റ്റ് ഇട്ടായിരിക്കും. ഞാനിപ്പോൾ ഉപ്പും കുരുമുളകും മാത്രമേ ഇട്ടിട്ടുള്ളൂ. അത് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് ഗൈസ്. അപ്പോൾ എത്രയേ ഉള്ളൂ ഗൈസ്, നമ്മൾ ഉള്ളിച്ചോറിൻ്റെ പ്രിപ്പറേഷൻ വളരെ ഈസിയാണ്. നിങ്ങൾക്ക് ഈസി ആയിട്ട് ഹോസ്റ്റലിലൊക്കെ ഉണ്ടാക്കി നോക്കാം. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. കെറ്റിലാണെങ്കിലും ഉണ്ടാക്കി നോക്കാൻ പറ്റുന്ന ഡിഷാണ്. പിന്നെ ലാസ്റ്റ് ഞാൻ അതിന് കൂട്ടിന് വേണ്ടിയിട്ട് ഒരിത്തിരി പുളിയോ ഉപ്പും കൂടെ ഒരു അച്ചാർ പോലെ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എന്തായാലും ഈ ഡിഷ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വേർത്താണ് ഗൈസ്.